യിൽ വന്നാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പഴയതായി കാണുന്നവർ ലൈക്കും തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ നമ്മളുള്ളത് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ, എവിടെ ഉള്ളതെന്ന് പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരി, എന്നിട്ട് എവിടെ ഉള്ളതെന്ന് അറിയാം, അതാണ് നല്ലത്. ഓക്കെ, ഇതെടുക്കുന്നത് തലേന്ന് രാത്രിയാണ്. 2 സ്ഥലത്ത് പോയി. അപ്പം ഒരു സ്ഥലത്തെ വീഡിയോ എടുത്ത് ഇന്നലെ ഇട്ടു, അതിൻ്റെ ബാക്കിയാണ് ഇന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ട് വരി, അപ്പോൾ അതിന് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കാം. ഓക്കെ, അപ്പോഴേ എന്താ എല്ലാവരും വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോണ്? ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കും. നോമ്പൊക്കെ എല്ലാവരും എങ്ങനെ പോകുന്നു? അപ്പം ഞമ്മക്കിപ്പോൾ നോമ്പ് എത്രയായി? 18ാമത്തെ നോമ്പറ്റായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി 2:30 മണിയാണ് റൂമിലെത്തിയപ്പോൾ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടന്നു. പിന്നെ വലിച്ചൊക്കെ നീക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ രാവിലെ മദ്രസ ഉണ്ടാവും ചോദിച്ചു. മദ്രസ ഇല്ല. ഞാൻ രാത്രി ഞാൻ ചോദിച്ചപ്പോൾ മദ്രസ ഇല്ല എന്നാണ്. അതുകൊണ്ട് കഴിച്ചില്ലായി. അല്ലെങ്കിൽ മദ്രസ കൂടെ ഉണ്ടെങ്കിൽ ഉറക്ക് തീരെ കിട്ടൂലല്ലോ. അപ്പോൾ പിന്നെ ഓളെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് റൂമിൽ പോയി നല്ലോണം ഒന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 1:30 മണിയായി. നേരെ വന്നതാണ്. ഇവിടുന്ന് കഴിഞ്ഞിട്ട് നേരെ വക്രയിലേക്ക്. ഓക്കെ, നേരെ വക്രയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നത്. ഇനി ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റൂലേ, ചിലപ്പോൾ അത് സ്വഭാവം മാറും. ചിലപ്പം പറയും നാളെ പോവാണ്. അതൊക്കെയാണ് കഥ. അപ്പം കുറച്ച് ഫുഡുണ്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ ചങ്ങാഴ്ചയല്ല അമ്മായിയോ ആരൊരാളുണ്ട്, ഒരു വീട്ടിൽ കൊണ്ടുപോയിടാൻ. അപ്പോൾ അത് കൊണ്ടുപോയിടാൻ വേണ്ടി വന്ന അയങ്കാലിയിലേക്ക്. ഓക്കെ, ഈ ഏരിയ നല്ല ഏരിയ കേട്ടോ, സെറ്റപ്പ് ഏരിയയാണ്. അതൊക്കെ ഈന്തപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനുള്ളത് എന്ന് പറഞ്ഞാലേ, ഞാൻ ഉള്ളത് ഖത്തറയിലാണ്. ഖത്തറ. ഓക്കെ, ഖത്തറയിലാണ്. ഇത് കണ്ടോ, റമദാനും ഈദും പാടെ കണ്ടറിഞ്ഞ് ഉണ്ടാക്കിയ ലൈറ്റാണ് മക്കളെ. ഇത് കണ്ടോളി. ഇതിൻ്റെ ഓരോ ബൾബിനും 10 ഇരട്ടി പൈസ പോലും വാങ്ങും ഏത് ഷോപ്പ് കയറിയാലും. ഓക്കെ, അപ്പോൾ അവിടെയാണ് വില്ല കിടക്കുന്നത്. കണ്ടോ വില്ല, ഇതാണ് ഹില്ലിലേക്ക് കയറി പോകാനുള്ള വഴികളാണ് ഇതൊക്കെ. ഓക്കെ, ഇതെന്താ അത് പരസ്യം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കാണാൻ. വില്ല നോക്കിയാൽ വില്ല നല്ല രസമുണ്ട് സംഭവം കാണാനൊക്കെ കേട്ടോ. അതൊക്കെ നല്ല മോഡലൊക്കെ ആക്കിയിട്ട്. ഓക്കെ, നല്ല രസമുണ്ട്. നല്ല റേറ്റുമാണ്. ഉറപ്പല്ല, നല്ല റേറ്റാണ്. ആരെയും പറഞ്ഞു തരണം. ഇത് നോക്കിയേ, ഇത് ഇനി വേറെ എന്തെങ്കിലും ആണോ പഠിച്ചോ? അടി വാങ്ങും ഇപ്പം ഞാൻ. സ്റ്റെപ്പ് നോക്കി നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയല്ലേ? ഇതിൻ്റെ ബാക്ക് സൈഡ് ആ വണ്ടി പോകുന്ന അതിൻ്റെ ബാക്ക് സൈഡിൽ കടലാണ് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ കടലാണ്. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ എടുത്തിന്, ആ വീഡിയോ ഒക്കെ പോയി. പിന്നെ ഇവിടുത്തെ വ്യൂ, കയറി വരുന്നിടത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല ഇവിടെ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതിൻ്റെ ഉള്ളോട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എന്താ പറയുക, ഇതാണ് ഹോട്ടലുകളാണ്, റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഓക്കെ, മൂത്രം ഒഴിക്കാൻ വന്നപ്പോഴാണ് നമ്മൾ ഈ സൈഡിൻ്റെ അപ്പുറത്തെത്തി. ഞാൻ കടലെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സൈഡിലെത്തി. ഞാൻ കാണിച്ചതാണ്. ഒന്നാമത് സമയം ഒരുപാട് ലേറ്റായിട്ടു. അതുകൊണ്ട് തന്നെ എല്ലാ ലൈറ്റുകളും പോയി, ലൈറ്റുകളൊന്നും കാണുന്നില്ല. ഓക്കെ, ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റുകളുടെ ഏരിയ. ഈ കാണുന്നതേ ഇത് ബീച്ചാണ്. കുട്ടികളൊക്കെ ഇവിടെ ആ കാണുന്ന ഓരോ കാണുന്നുണ്ടോ? ഇവിടെ സാധനം കാണുന്നുണ്ടല്ലേ ഞങ്ങൾ, ഒരു കുറ്റി പോലെ. അതൊരു ഈന്തപ്പനോടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു സെറ്റപ്പാണ്. ആ സാധനത്തിന് ഒരു ചെയറിന് നല്ല റേറ്റാണ്. 400-500 റിയാലൊക്കെ കൊടുക്കണം. ഓക്കെ, അതായത്
ഇവിടെ ഇനി വല്ലാണ്ട് തിരിഞ്ഞ് കളിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആൾക്കാരൊക്കെ പോയി, എല്ലാവരും കൂടാണെങ്കിൽ നമ്മൾ മാത്രമേ പുറത്തുള്ളൂ. ബാക്കിയൊക്കെ കൂട്ടി കയറിയാണ്. നമ്മൾ കൂട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതിൻ്റെ മുകൾക്കൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ കൂടെ കയറാൻ പറ്റും തോന്നുന്നു. അവിടെ അടച്ചിട്ടില്ല, കയറിയോക്കാം. പിന്നെ ഇവിടെ ഈ ഖത്തറിൽ വീഡിയോസ് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ എല്ലാ ഓഫീസുകളും എല്ലാ കാര്യങ്ങളും അടുത്തടുത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അലൗഡ് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. എനിക്ക് മനസ്സിലായത് പണി കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താ പറയുക, ഇവിടെ നിന്ന് വല്ല തെറിച്ച ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇതൊക്കെ ടൂറിസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അല്ലാത്ത ഏരിയകളുണ്ടല്ലോ, അതാണ് പ്രശ്നം. ഓക്കെ, എനിക്ക് ഡിസൈൻ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ ഒരാളെ കിട്ടിയെങ്കിൽ അടിപൊളി പിക്സൊക്കെ എടുക്കാൻ. ഓക്കെ, ലൈറ്റൊക്കെ കൊടുത്തിട്ട് സെറ്റല്ലേ. ഇതാരാ ഈ വരുന്നത്? അമ്മച്ചിയാണല്ലോ. അമ്മച്ചി വണ്ടി ഓടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ തൽക്കാലം ഇവിടുന്ന് നമുക്ക് വിട പറയാം. കാരണം അവൾ അവിടെ ഉള്ളത്, അവിടുന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ, ഇതിൻ്റെ മുന്നൊരു ഖത്തറിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലേ ഇതിൻ്റെ അടിയിൽ, ആദ്യം എടുത്തൊരു വീഡിയോ. ആ വീഡിയോ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് എടുത്തത്. ഇത് അതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. രണ്ട് വശമുണ്ട് ഇതിന്, മനസ്സിലാക്കണം. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അന്ന് റിസോർട്ടിലോടെ ആണ് പോയത്. റെസ്റ്റോറൻറ്റിലാണ് അന്ന് പോയത്. ഇത് റിസോർട്ട് ഏരിയ, പിന്നെ ബീച്ച് ഏരിയയോടെയാണ് ഈ സൈഡ്. മറ്റേത് അങ്ങനെയല്ല, മറ്റൊരു മാറ്റമുണ്ട്. പിന്നെ ഖത്തറയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. എവിടെയെന്ന് അറിയാം ആർക്കെങ്കിലും? കണ്ണൂർ കമ്പനി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോവാണ്. ഖത്തറയിൽ വന്നാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇത് ഒരു പള്ളിയാണ്, പക്ഷേ ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ നോക്കിയാണ്. അത് രാത്രി ആയതുകൊണ്ട് ഇത് എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നറിഞ്ഞൂടാ. പക്ഷേ ഇതൊരു ഒന്നൊന്നര പള്ളിയാണ്. ഇതെന്താ റബ്ബേ ഈ മുന്നിൽ കാണുന്നത്? എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇതൊക്കെ ഡിസൈനൊക്കെ ഞാൻ കാണിച്ചാൽ ഇത് ടൈലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈൽ തന്നെയാണ്, കണ്ടോ, ടൈലാണ്. പക്ഷെ ഇത് ഭയങ്കര രസമാണ് ഇത് കാണാൻ. പകൽ ഇതിൻ്റെ മുന്നിലൊക്കെ എത്രയോ ആൾക്കാരുണ്ടാവില്ല. ഇതുണ്ടോ, ഫ്രീ മോസ്ക് വിസിറ്റ് ഹിയർ, വിസിറ്റിംഗ് മോസ്ക്. ഇതൊക്കെ വായിച്ചു നോക്കിക്കോളൂ. എനിക്ക് വല്ലാണ്ടൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇത് ഒരു ഒന്നൊന്നര പള്ളി തന്നെയാണ്. വിസിറ്റ് ചെയ്യേണ്ട പള്ളി തന്നെയാണത്. ഫ്രീ വിസിറ്റൊക്കെയാണ്. വരുന്നോലും മസ്റ്റായിട്ട് ഇത് വിസിറ്റ് ചെയ്യുക. ഉണ്ടോ, അതിൻ്റെ മുന്നിൽ ഇങ്ങനെ സംഭവം. ഇത് പെട്ടെന്ന് കാണൂലേ ഇത്. ഓക്കെ, ഇത് ബാക്ക് സൈഡിലൊക്കെ എന്താ പറയുക, ഹോട്ടലുകളും ഇതൊക്കെയാണ്. അതിൻ്റെയൊക്കെ മുന്നാരം നോക്കി. സംഭവം പള്ളി വലിയ സംഭവമൊന്നുമല്ല. ഉള്ളു അത് വലിയ പള്ളിയൊന്നുമല്ല, പക്ഷെ ഉള്ളു കാണാൻ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ കയറിയിട്ടില്ല ഇതുവരെ, കയറാൻ പറ്റുമോ? ഇത് കണ്ടോ, ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയാൻ എന്തെങ്കിലും മനസ്സിലായി? കുറേ QR കോഡ് കൊടുത്തു. പിന്നെ അതേ വിസിറ്റിങ്ങിൻ്റെ ടൈം ഉണ്ട് കേട്ടോ. ഓക്കെ, 9 മണി വരെ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതൊക്കെ ഇതുപോലെ ചിത്രാലങ്കാരങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര സെറ്റപ്പാക്കിയ സംഭവമാണ്. ഓക്കെ, അതുപോലെ ഇത് കണ്ടോ, എന്താ, എനിക്കിതിൻ്റെ ടൈലാണ് ഇതിൻ്റെ രസം, വേറെ ഒന്നുമില്ല. ടൈലാണ് ഇതിൻ്റെ രസം. ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി പോവാം കേട്ടോ. സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കയറി പോവാം. ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവില്ലേ ഈ പള്ളീൻ്റെ പ്രത്യേകത? ഇതുപോലെ അലങ്കരിച്ച് വെച്ചതാണ് പള്ളി, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല. ഞാൻ ഇപ്പോൾ കയറാൻ നോക്കി ഡോർ അടിച്ചിട്ടതാണ്, അപ്പോൾ ഒരു രക്ഷയില്ല. ഓക്കെ, പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണാം. അല്ലാണ്ട് നിങ്ങൾ ഈ സാധനം ശ്രദ്ധിച്ചോ? ഒരു 2 കുട്ടികൾ ഇങ്ങനെ ഓടുന്നത് കണ്ടോ? 2 കുട്ടികൾ ഓടുന്നത്. അതുപോലെ തന്നെ ഈ കൊത്തി വെച്ച എന്താ സംഭവം എന്ന് മനസ്സിലായി? ഇതൊരു മരമാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ആ ചുമരുണ്ടല്ലോ കുത്തി കളിച്ചുണ്ടാക്കിയതാണ്, അല്ലാണ്ട് വരച്ചതല്ല. ആ ചുമര് കുത്തിയിട്ട് ആ കാണുന്ന വൈറ്റ് കാണുന്നതൊക്കെ സിമെൻ്റാണ്. നമ്മൾ തേക്കൂലേ വാർപ്പ്, അതാണ് സംഭവം. എന്താ അല്ലേ, കലാകാരൻ.
ഞാൻ പിന്നെ ആലോചിക്കണേ ഈ സാധനം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സവാരി ഗിരിഗിരി ഇതെന്താ സംഭവം? ആർക്കെങ്കിലും അറിയും ഇതെന്താ സാധനം എന്നുള്ളത്? ഇവലെ പണ്ട് കാലത്ത് എന്തോ സംഭവമാണോ എന്ന് എനിക്കൊരു സംശയമാണ്. ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, പക്ഷേ ഈ സാധനത്തിൻ്റെ നേരെ മുന്നിലാണ് ഈ പള്ളി കിടക്കുന്നത്. ആ പള്ളീൻ്റെ ഉള്ളിൽ കാണാൻ മാത്രം പോപ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമോ? കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ കുബ്ബകൾ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഡിസൈനുകൾ, അള്ളാന്നുള്ള എയ്ത്ത്, കാരിയോഗ്രാഫി എയ്ത്തുകൾ, ലൈറ്റുകൾ, അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പുകൾ ഉണ്ട് എന്തായാലും. ഓക്കെ, അപ്പം അതൊക്കെയാണ് കഥ. ഇതാണ് ഖത്തറിൻ്റെ മുഖമുദ്ര. ഓക്കെ, അതായത് ഖത്തറ കയറി വരുന്ന എൻട്രൻസ് ഈ കാണുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പെട്ടി ഉണ്ടാവും, അതാണ് എൻട്രൻസ്. ഓക്കെ, ഒരു കൊട്ടാരം പോലെയല്ലേ കണ്ടിട്ട്? നോക്കിയൊക്കെ ഉണ്ടോ, ഒരു കൊട്ടാരം പോലെയല്ലേ? ഈ കൊട്ടാരത്തിന് ഈ സൈഡിലായിട്ടാണ് ഈ പള്ളി വരുന്നത്. ശ്രദ്ധിക്കൂല പെട്ടെന്നാരും. ഞാനും ഒരു ദിവസം ഇവിടെ വന്ന സമയത്ത് ഞാൻ ഈ പള്ളി വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയാണ് ഞാൻ ഈ പള്ളീൻ്റെ ഡിസൈൻ കാണുന്നത്. പുറത്തുള്ള ഡിസൈന് ഗംഭീരമാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള അതിനേക്കാളും ഗംഭീരമായിരിക്കും. അതിൻ്റെ മേൽഭാഗം കണ്ടെങ്കിൽ കുബ്ബ 2-3 ഇങ്ങനെ പൊന്തിക്കണ്, അത് നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഉള്ളിൽ ജനലിനുള്ളിൽ കൂടെ നോക്കി. ജനലിൽ കൂടെ ഫോൺ വെച്ചിട്ട് ഇനി പണി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും എന്താ പറയുക, ഇന്നത്തെ രാത്രി പകലാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.